ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്റർ മയാമിയിലെ ആദ്യ മത്സരത്തിൽ തന്നെ ചില പിഴവുകൾ സംഭവിക്കുന്ന ഒരു കാസമിറോയെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ആദ്യം ഒരു മിസ് പാസ് സംഭവിച്ചു, പിന്നീട് അദ്ദേഹത്തിന് അതിൽ നിന്ന് തന്നെ ഒരു സെൽഫ് ഗോൾ വഴങ്ങേണ്ടി വന്നിരുന്നു. ആദ്യ മത്സരത്തിലെ പ്രകടനത്തിൻ്റെ പേരിൽ ചെറിയ ചില വിമർശനങ്ങളൊക്കെ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല വേൾഡ് കപ്പിലെ പ്രകടനത്തിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന താരമാണ് കാസമിറോ. എന്നാൽ ഇന്റർ മയാമിക്ക് വേണ്ടി ഇന്ന് നടന്ന മത്സരത്തിൽ തകർപ്പൻ പ്രകടനം നടത്തിക്കൊണ്ട് വിമർശകരുടെ വായടപ്പിക്കാൻ കാസമിറോക്ക് സാധിച്ചിട്ടുണ്ട്. നിറഞ്ഞു കളിക്കുന്ന ഒരു കാസമിറോയെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സാൻ ലൂയിസിനെ 2-4 ഗോളുകൾക്കാണ് ഇന്ന് ഇന്റർ മയാമി പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിൽ കാസമിറോ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഇങ്ങനെയാണ്: 75 ടച്ചുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്, 59 അക്യുറേറ്റ് പാസുകൾ, പാസിംഗ് അക്യുറസി 94%, ഒരു കീ പാസ്, 4 ഡുവലുകൾ വോൺ ചെയ്തു, 2 ടാക്കിളുകൾ, 2 ഇന്റർസെപ്ഷനുകൾ, 3 ക്ലിയറൻസുകൾ, 6 റിക്കവറികൾ, ഒരു തവണ ഫൗൾ ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ് കാസമിറോയുടെ കണക്ക്. അതായത് നല്ല രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസിനെ നല്ല രൂപത്തിൽ സഹായിക്കാൻ കാസമിറോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ കണക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഏതായാലും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അദ്ദേഹം തിരിച്ചുവരവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിൽ മെസ്സി 2 ഗോളുകളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ട് തിളങ്ങിയിരുന്നു. ഏതായാലും ഇന്റർ മയാമി അടുത്ത മത്സരം മോണ്ടറിക്കെതിരെയാണ് കളിക്കുക. ലീഗ്സ് കപ്പിൽ നടക്കുന്ന ആ മത്സരം ഓഗസ്റ്റ് 9 അരങ്ങേറുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.